ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെയാകാം. 360 ഡിഗ്രി കാഴ്ചകൾ, കണ്ണുകൾക്ക് ഒരിക്കലും മതിയാവാത്ത സൗന്ദര്യം. സമുദ്രനിരപ്പിൽ നിന്ന് 3800 അടി ഉയരത്തിൽ മേഘങ്ങൾ പോലും താഴെ നിന്ന് നോക്കുന്ന ഒരു ലോകം. ഇന്ത്യയുടെ ബട്ടർഫ്ലൈ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്ന ഈ കാട്. ഇവിടെ ഓരോ ഇലയ്ക്കും കാറ്റിനും പറയാനുള്ള കഥകൾ. കാണാൻ തന്നെ അപൂർവമായ നീലഗിരി മാർട്ടിൻ, അവളുടെ നിഴൽ പോലും ഒരു ഭാഗ്യം. കാടിൻ്റെ രാജാവായ രാജവെമ്പാലയം ഇവിടെ തൻ്റെ സാന്നിധ്യം നിശബ്ദമായി അറിയിക്കുന്നു. നിശബ്ദമായി സംസാരിക്കുന്ന ഒരു ലോകം, ബിസിലേക്ക് മനസ്സിൽ പതിയുന്ന ഒരു അനുഭവം. സോ ഫൈനലി നമ്മളെ അടുത്ത യാത്ര, നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം നമ്മളെ ഈ കാണുന്ന ചാനലിൽ കാണുന്ന 99% ആൾക്കാരും പോയിട്ടില്ലാത്തൊരു സ്ഥലമായിരിക്കും. ഈ സ്ഥലം വരുന്നത് കർണാടകയിലാണ്. ചാൻസ് കുറവാണ്, നിങ്ങളാരും കേട്ടിട്ടുള്ള പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബിസ്ലിഘട്ട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ പോവല്ലോ. ഓക്കെ, നമ്മളിപ്പം കണ്ണൂരെത്തി. നമുക്ക് ഇവിടുന്ന് തളിപ്പറമ്പ് വഴിയാണ് എന്താല്ലേ ഇവിടുന്ന് ഇപ്പം സുള്ളിയ വഴി ബിസ്ലിഘട്ടിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. ഞാൻ ഇതുവരെ പോകാത്തൊരു സ്ഥലത്തേക്ക് കേട്ടോ. എനിക്ക് ആ സ്ഥലത്തിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. മോസ്റ്റ്ലി ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത സ്ഥലങ്ങളിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടാവാറ്. അല്ലെങ്കിൽ എനിക്ക് ഗാഡ്സ് റോഡ് ഉണ്ടായാൽ മാത്രം മതി, എനിക്ക് വേറൊന്നും വേണ്ട. എനിക്ക് നല്ല റോഡ് കിട്ടിയാൽ മാത്രം മതി. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും ഐ ആം ഹാപ്പി. നമ്മളിപ്പോൾ കണ്ണൂർ ഇറങ്ങിയിട്ട് ഒരുപാട് സമയമായി. ഇപ്പം നമ്മുടെ ചെറുപുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കാം. ചെറുപുഴയിൽ നിന്ന് നമുക്ക് സുള്ളിയ പോകണം. സുള്ളിയിൽ നിന്ന് നമുക്ക് ബിസ്ലിഘട്ടിലേക്ക്, നമുക്ക് സുള്ളിയിൽ നിന്നാണ് ബിസ്ലിഘട്ടിലേക്ക് പോകേണ്ടത്. നല്ല റോഡാട്ടോ ഈ വഴിക്കൊക്കെ, നല്ല ഗാർഡ് സെക്ഷൻ, നല്ല റോഡ്. ചെറിയ തണുപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ തണുപ്പൊന്നുമില്ലല്ലോ, നമ്മൾ NH-60 വരുമ്പോൾ നല്ല ചൂടായിരുന്നു. ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളും അതൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, റോഡ് മാറി. ഇനി കുറച്ച് ബമ്പി റോഡാണ്. കുഴപ്പമില്ല, അതൊക്കെ അല്ലേ ഈ റൈഡിന് ത്രില്ല്. ഓക്കെ, നല്ല റോഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പോൾ റോഡ് നോക്കി ഒരു കേക്കൊക്കെ വെട്ടിയിട്ട് പോലത്തെ റോഡ്. എന്ത് രസമല്ലേ വാ. ചേട്ടാ ചെറുപുഴയ്ക്ക്, ചെറുപുഴ ഇതാ ചെറുപുഴ. ഓക്കെ ഓക്കെ, ഞാൻ ചെറുപുഴക്കല്ല ആക്ച്വലി, മറ്റേ ബിസ്ലിഘട്ടില്ലേ, ബിസിലെ സുള്ളിയ. ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഇടത്തേക്കൊരു റോഡുണ്ട്, ഇടത്തേക്കൊരു പാലം. ആദ്യം കാണുന്ന പാലം, അവിടുന്ന് ലെഫ്റ്റ് പോവാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ്, അവിടുന്ന് റൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, പാലം. ഓക്കെ ശരി, താങ്ക്സ് കേട്ടോ. പാലം കയറിയിട്ട് പാലം. ഓക്കെ ഓക്കെ, പാലം കഴിഞ്ഞിട്ട് വലത്. ശരി കേട്ടോ, താങ്ക്സ് കേട്ടോ. ഓ സീൻ.
സാധനം കാണിച്ചുതരാം. ഓ ഇത് നോക്കിയേ, ഒരു പടമൊക്കെ വരച്ച ചോറിലെ കാണാൻ. ഇവിടെയുള്ള ആൾക്കാർ ഒരിക്കൽ ഇവരെന്ത് കണ്ടിട്ട് അവിടെ നിർത്തുന്നതെന്നൊക്കെ അവർക്കറിയില്ലല്ലോ. എന്താ വ്യൂ, ഓ നോക്കിയേ. ഓക്കെ, നമ്മൾ റോഡൊക്കെ ഒന്ന് മാറി. പക്ഷെ സീനറി ഒരു രക്ഷയില്ല. ഈ മോശം റോഡിൽ നല്ല സീനറി കണ്ടു പോകുന്നതിന് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ ചെറുപുഴയിൽ നിന്ന് സുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം മലയോര ഹൈവേ ആണ്, പക്ഷേ ഇതുവരെ നല്ല റോഡായിരുന്നു. ഇപ്പം കുറച്ച് ദൂരത്തേക്ക് ഇതേപോലെ കോൺക്രീറ്റ് റോഡാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ നേരത്തെ മുൻപേ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോഴും ഇതേപോലെ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞ് പിന്നെ നല്ല റോഡിലേക്ക് മാറി. നന്നായി പൊളിയുന്ന സ്ഥലമായിരിക്കും റോഡ്. മഴയൊക്കെ പോയിട്ട് ആ വ്യൂ ഒക്കെ നോക്കി. ചെറിയ പക്ഷികൾ. ഇവിടെ എല്ലാ വളവ് കഴിയുമ്പോൾ നല്ല നല്ല വ്യൂസാണ്. അടിപൊളി റോഡാട്ടോ. നിങ്ങൾ പറ്റുകയാണെങ്കിൽ റോഡിലൊക്കെ ഒരിക്കലും വന്നു നോക്കണം. ഇത് ചെറുപുഴയിൽ നിന്ന് സുള്ളിയെ പോകുന്ന മലയോര ഹൈവേ ആണ്. അയ്യോ, എനിക്ക് കൊണ്ടുപോയാണല്ലോ. ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. കണ്ടോ, മുളേരിയാണ്. മുളയൊക്കെ ഫുള്ള് പൂത്ത് മുളേരി ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, മുളേരി ഉണ്ടാകാൻ പോകുന്നു. നോക്കി എന്താ രസമുള്ള റോഡ്. വ്യൂ കണ്ട് നേരെ പോകരുത്, പക്ഷേ കൊക്കയിലുണ്ടാവും. ഒരു തിരക്കുമില്ല, നല്ല വ്യൂസ്. എന്താ റോഡ്. നമ്മളിപ്പോൾ ഉള്ളത് ആക്ച്വലി കാസർഗോഡ് ജില്ലയാണ്. കണ്ണൂർ ജില്ല നമ്മൾ കഴിഞ്ഞു. ഈ സ്ഥലത്തിൻ്റെ പേര് ബലാലോ അങ്ങനെ എന്തോ ആണ്. ബലാൽ എന്നാന്ന് തോന്നുന്നു. ബോർഡ് വല്ല എനിക്ക് കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കേട്ടോ, റോഡ് കണ്ടോ, നീണ്ട് നിവർന്ന് കിടക്കുക. റോഡിൽ ആരുമില്ല. ഇവിടെ നല്ല ഭംഗിയുള്ള വീടുകളുണ്ടോ. ഇത് ഇഷ്ടപ്പെട്ട്. ഒരു വീട് കഴിഞ്ഞ് കുറേ ഗ്യാപ്പ്, അത് കഴിഞ്ഞ് അടുത്ത വീട്. ഈ സിറ്റിയിലൊന്നും കാണുന്ന പോലെയല്ല, അടുത്തടുത്തൊന്നല്ല. ഓരോ വീട്ടിൽ ഒരു പറമ്പിൽ ഒരു വീട്. ഇത് പുഷ്പഗിരി റിസർവ് ആണെന്ന് തോന്നുന്നു. അന്നേരം കേരളം കഴിഞ്ഞു കർണാടക കയറി. അണ്ണാൻ. ഓ, എനിക്കറിയായിരുന്നു അതങ്ങോട്ട് ചാടുന്നു. ഇതൊക്കെ എത്ര കണ്ടതാ. നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ്. ഒന്ന് അണ്ണാൻ, രണ്ടാമത് പൂച്ച. പട്ടിയൊക്കെ ഒരു മര്യാദക്കിലൊക്കെ ചാടും, പക്ഷെ പൂച്ചയും അണ്ണാനും ഒരു രക്ഷയില്ല.
ആനയൊക്കെ ഉണ്ടോ നേര് കണ്ടോ? ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ആനയൊക്കെ ഉണ്ടാകുന്ന കാടാണ്, സൂക്ഷിച്ച് കണ്ടൊക്കെ പോവാം. പിന്നെ എൻട്രി എക്സിറ്റ് ടൈമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞ പോലെ എനിക്ക് റൂട്ട് തീരെ അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് പോകുന്നത്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കിടന്ന റോഡ്, ഒരു രക്ഷയില്ലാത്ത റോഡ്. ഓക്കെ, കർണാടക വണ്ടിയാണ് ഇപ്പം കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ കർണാടക കയറിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കയറുന്നത് കന്നഡ ബോർഡ് ഉണ്ട്. അപ്പോൾ കന്നഡ കൊത്തില്ല എന്നല്ലാണ്ട് എനിക്ക് ഒരു സാധനം അറിയാൻ പാടില്ല കേട്ടോ. ഹിന്ദി അറിയാം, മലയാളം അറിയാം, തമിഴ് അറിയാം, പക്ഷേ കന്നഡ നോ ഐഡിയ. മീനെ കാണും കേട്ടോ, പക്ഷെ ക്യാമറയിൽ എന്തായാലും കാണില്ല. കരിമീനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്. ഏതാ പുഴ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മളിപ്പോൾ സുള്ളി എത്തി. നമ്മളിപ്പോൾ സുള്ളി സിറ്റിയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് സുബ്രഹ്മണ്യ പിന്നെ ബിസ്ലിഘട്ട് അങ്ങനെ നമ്മൾ പോകേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇത് ചെറിയൊരു സിറ്റിയാണ്. ഇവിടെ എന്തോ ഫേമസ് അമ്പലമുണ്ട് തോന്നി. ഒരുപാട് ഇതെങ്ങോട്ടാ ബോർഡ് നേരെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇതൊരു ഫേമസ് അമ്പലമുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചെറിയ സിറ്റിയാണിത്. അതിനു വേണ്ടിയുള്ള ഒരുപാട് ഹോട്ടൽസ്, ലോഡ്ജ് അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത്. ഇപ്പം നല്ല ചൂടായി, രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഈ കാലാവസ്ഥയിൽ ഡീഹൈഡ്രേറ്റഡ് ആവും പെട്ടെന്ന്. ഇവിടെ ബോർഡെല്ലാം കന്നഡയിലാണുള്ളത്, ഒന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ ചെറിയൊരു പുഴ ഉണ്ടോ? അങ്ങനെ നമ്മൾ നട്ടുച്ചയ്ക്കായിരിക്കും നമ്മുടെ ബിസ്ലിഘട്ടിലേക്ക് നമ്മൾ എത്തുക. ഇപ്പോഴേ നല്ല ചൂടായി. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായി അവസ്ഥയെന്ന് നമുക്കറിയില്ല. വഴി തെറ്റിയോ? ഇത് തന്നെയാണെന്ന് തോന്നുന്നു വഴി. ഓക്കെ, നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, ബിസ്ലിഘട്ട്. കണ്ടോ, നമ്മൾ വഴി തെറ്റി. വോഡഫോണിന് ഇവിടെ കർണാടകത്തിൽ തീരെ റേഞ്ചില്ല. ഞാൻ കൂർഗിൽ വന്ന ഇതേ അവസ്ഥയായിരുന്നു. വോഡഫോണിന് റേഞ്ചില്ല. ഞങ്ങൾ കർണാടകയിലൊക്കെ വരാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ വോഡഫോൺ ഒഴികെ ബാക്കി ഏത് സിമ്മാണ് എടുത്തോ. വോഡഫോൺ കർണാടകത്തിൽ തീരെ റേഞ്ചില്ല. ഓഹോ, റോഡ് നോക്കിയേ. ഹമ്പാണെന്നൊരു പേടി. ഹമ്പാണെങ്കിൽ പറക്കും. ഇതാന്ന് തോന്നുന്നു ബിസ്ലിഘട്ട് റോഡ്. എന്ത് രസമല്ലേ, സൈഡിൽ പുതിയ പെയിൻ്റ് അടിച്ച റോഡ്. പക്ഷേ റോഡ് ചില ഫുള്ള് പണി കഴിഞ്ഞില്ല. അവിടെ ഇവിടെയും ചിലപ്പം ഗ്യാപ്പ് കാണും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇങ്ങനത്തെ റോഡിലൊക്കെ. ഫുള്ള് വർക്ക് ചെയ്യാത്ത റോഡാണെങ്കിലേ. ഞാൻ ഗ്ലൗസിനകത്തൊന്നും നോക്കണ്ട കേട്ടോ, നല്ല ചൂടാ, കൈയൊക്കെ ഇങ്ങനെ വേർക്കുന്നത്. ഇത് ഫോറസ്റ്റ് ഏരിയ ആണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. അല്ലാന്ന് തോന്നുന്നു. ചെക്ക് പോസ്റ്റ് അങ്ങനെയൊന്നും കണ്ടില്ല. ഇങ്ങോട്ടൊരു വണ്ടി വന്നില്ല കേട്ടോ. ഈ റോഡ് എന്ത് അടച്ചതാണോ?
അടുത്തന്നെ കാണുന്ന ആരോടും ചോദിക്കണം ഇത് പിസിലേക്കേട്ടറിലെ വഴിയല്ലേന്ന്. ഒരു വണ്ടി ഒന്നും കാണുന്നില്ല. എന്തായാലും വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കറുത്ത ചാക്ക് പോലത്തെ കവറില്ലേ, പ്ലാസ്റ്റിക് ബാഗ്, അത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യം ഉണ്ടോ. അതാ ഇവിടെ നിന്നൊക്കെ പോകുന്നൊക്കെ ആൾക്കാർ ഫുഡ് കഴിച്ചിട്ട് ഈ കുപ്പിയും കവറും അതൊക്കെ അവിടെ ഇട്ടേച്ച് പോകും റോഡ് സൈഡിൽ, കണ്ടോ. പക്ഷേ അതിൻ്റെ പുറത്തേക്കുള്ള കുപ്പിയൊക്കെ ഇട്ടേച്ച് പോയേക്കുന്നത് നമ്മളെ ഇന്ത്യക്കാരുടെ സിവിൽ സയൻസ് ആണത്. അതൊന്നും എടുത്താൽ കവറിൻ്റെ അകത്ത് ഇടാൻ പറ്റില്ലായിരിക്കും. ആകെ ഒരു മൈന്യൂട്ട് 1-2 സെക്കൻഡിന് വേണ്ടിയാണ്. എന്ത് പറയാനാ, ഇവിടെയൊക്കെ മഴയത്ത് കുറേ നീർച്ചോലകൾ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അടുത്തവന് റോഡൊക്കെ ഇത് തന്നെയല്ലേ, ഞാൻ വല്ല വഴി തെറ്റിയോ. ഒന്നിനും റേഞ്ച്, എനിക്ക് വോഡഫോണ് ഞാൻ കർണാടക കയറിയിട്ട് എനിക്ക് തീരെ റേഞ്ചില്ല. ആകെ ആ സുബ്രഹ്മണ്യം എത്തിയപ്പോൾ എനിക്കൊരു 2G എങ്കിലും കിട്ടിയത്. ഒരു ജീവനെയും കാണുന്നില്ല. ഏപ്രായത്തിൽ ഇവിടെ കടുവൻ പുലിയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അധികം വണ്ടിയൊന്നും ഇല്ലാത്ത റൂട്ടായത് കൊണ്ട് മൃഗങ്ങൾക്കൊന്നും അധികം പേടിയും കാണില്ല. ഇത് നമ്മുടെ മലക്കപ്പുറ ഫോറസ്റ്റ് കയറിയ അവസ്ഥയാണ്. അതാണ് പീക്ക് സീസൺ അല്ലാത്ത സമയത്ത്. പീക്ക് സീസണിൽ പോയാൽ നിങ്ങൾക്ക് ഫുള്ള് വണ്ടീനൊപ്പം പോവാം, അപ്പോൾ ഇത് പേടിക്കാനില്ല. പക്ഷേ സീസൺ അല്ലാത്ത ടൈമിൽ നിങ്ങൾ ആ കാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 1-2 മണിക്കൂർ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു വണ്ടി കാണാം. ഇവിടെ ആൾക്കാർ പോകുന്ന റൂട്ടാട്ടോ. പക്ഷെ എന്താ ഇന്ന് ആരും ഇല്ലാത്തത്. നല്ല ചീവിയുടെ ശബ്ദമുണ്ട് കേട്ടോ, സിക്കാഡാസ്. എൻ്റെ ശബ്ദം ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളിത് കേൾക്കണേ ഞാൻ ബൈക്ക് ഓഫാക്കേണ്ടി വരും. എനിക്ക് ഈ സാഹചര്യത്തിൽ ബൈക്ക് ഓഫാക്കാനുള്ള ധൈര്യമില്ല. നോക്കട്ടെ, നല്ല തുറന്ന സ്ഥലം കിട്ടുകയാണെങ്കിൽ ഞാൻ ബൈക്ക് ഓഫാക്കി കേൾപ്പിച്ച് തരാം. ഓക്കെ, ഇവിടെ കുറച്ചും കൂടി കേൾക്കുന്നില്ലേ? പക്ഷേ ഇവിടെ കുറവാട്ടോ ആ സൗണ്ട്. ഇപ്പം കേൾക്കുന്ന സൗണ്ടാണ് സിക്കാഡാസിൻ്റെ സൗണ്ട്. എന്തോ 12 വർഷം കൂടുമ്പോൾ കണ്ട മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വരുവാണ്. അങ്ങനെ എന്തൊക്കെയോ പ്രത്യേകം ഉണ്ട് അതിന്. എനിക്ക് എവിടെ നോക്കാനൊരു വ്യൂ, ഇവിടെയൊക്കെ ചവറ് കൊണ്ടിട്ട് നശിപ്പിച്ചു. ഇതെന്താ ഇത്? ഓക്കെ, ഇവിടെ എന്താ ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ട്. ഫോറസ്റ്റ് ഓഫീസോ അങ്ങനെ എന്തോ ആണ്. അവിടെ ചെറിയൊരു അമ്പലം പോലത്തെ എന്തോ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ റോഡൊന്നും വലിയ സുഖമില്ല കേട്ടോ. തുടക്കത്തിൽ കുറേ ദൂരം നല്ല റോഡായിരുന്നു, പിന്നെ റോഡ് കഴിഞ്ഞു, പിന്നെ ഇതേപോലത്തെ റോഡാണ്, ഫുൾ കോൺക്രീറ്റ്. പ്രത്യേകിച്ച് അനിമൽ സൈറ്റിങ്സ് ഒന്നും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അവിടെ കുരങ്ങന്മാരുണ്ടായിരുന്നു, അല്ലാണ്ട് അവിടെ ഒരുപാട് നീർച്ചോലകളുണ്ട്. പക്ഷേ ഇപ്പം എല്ലാം വറ്റിക്കിടക്കാണ്. മഴക്കാലമാകുമ്പോൾ സെറ്റായിരിക്കും. ഞാൻ നല്ല ചൂടായത് കൊണ്ട് ഉള്ളിലിട്ട ബനിയൻ ഫുള്ളൊന്ന് വെള്ളത്തിൽ മുക്കി എന്നിട്ട് അതെടുത്തിട്ടേക്കുക.
നല്ല ചൂടാണ്, ഒരു രക്ഷയില്ലല്ലാതെ. അല്ലാതെ നമ്മൾ ഭയങ്കര ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും നമുക്ക്. ഇതൊക്കെ ലെപ്പേർഡിന് പറ്റിയ ഹാബിറ്റേറ്റ് കേട്ടോ. ഇഷ്ടംപോലെ കേവ്സ് ഉണ്ട്, സെറ്റാണ്. എന്തായാലും ഒരു ഗിയർ ലോവറായിട്ടാണ് ഓടിക്കുന്നത്. ഇനി എന്തെങ്കിലും ചാടി വീഴുകയാണെങ്കിൽ ഒന്ന് ആക്സിഡൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് മലക്കപ്പാറ പോയി എനിക്ക് ഓർമ്മയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഓഫ് സീസണാണ് ഞാൻ പോയത്. തണുപ്പ് കാലത്തിൻ്റെ സ്റ്റാർട്ടിങ്, തണുപ്പ് തുടങ്ങിയിട്ടില്ല, അപ്പോൾ ചെറിയൊരു തണുപ്പ്. ആ ടൈമിൽ അധികം ടൂറിസ്റ്റുകളൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഞാനന്ന് വാൽപ്പാറയ്ക്ക് പോകുമ്പോൾ ഒരു വണ്ടി പോലും ഓപ്പോസിറ്റ് വരുന്നില്ല. കാരണം ഞാൻ അത്രയും വിജിലായിട്ടുള്ള കാടിനുള്ളിൽ കൂടി വേറെ പോയിട്ടില്ല അതിന് മുൻപേ. അങ്ങനെ ചെറിയ റോഡാണ്. നമ്മൾ ബന്ദിപ്പൂർ ആ റൂട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു വലിയ റോഡാണ്. നമുക്ക് ഈ ബഫർ സോൺ ബഫർ സോണിൽ എന്താ പറയുക, ഫയർ ബെൽറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആനിമൽസ് ഇവിടെ എന്തോ ഉണ്ടല്ലോ താഴെ. ഒരു സെക്കൻഡ്, എന്തോ കൊക്കയോ എന്തോ വെള്ളച്ചാട്ടോ എന്തോ സാധനം. എമ്മാര് സ്റ്റീപ്പാണ്, താഴെക്കൂടി പുഴയെന്നാണ് ഒഴുകുന്നത്. ഇതിനകത്ത് കേൾക്കുമെന്നറിയില്ല, താഴെക്കൂടി ഒരു പുഴ എടുക്കുന്ന ശബ്ദം കേൾക്കാമോ? പിന്നെ ആ സിക്കാഡസിൻ്റെ സൗണ്ടാണ് ആ കേൾക്കുന്നത്. നല്ല താഴ്ചയിലാണ് നമ്മളിപ്പോൾ, നല്ല ഹൈറ്റിലാണ് ഉള്ളത്. നല്ല താഴ്ചയിൽ കൂടെയാണ് പുഴ ഒഴുകുന്നത്. നല്ല രസമുള്ള മരങ്ങളാണ്. ഓക്കെ, നമ്മളങ്ങനെ ഒരു സുന്ദരമായിട്ടുള്ളൊരു പാലത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. താഴോട്ട് നോക്കിയേ, നല്ല തെളിഞ്ഞ വെള്ളം. അപ്പം വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. താഴോട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് അതിനുള്ള ധൈര്യമില്ല. പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണ്. പക്ഷേ ഇവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങാറുണ്ട്. അവിടെ കണ്ടോ പ്ലേറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇട്ടേച്ച് പോയാൽ. നമ്മളിപ്പോൾ അത്യാവശ്യം ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെവിയിൽ ഇങ്ങനെ പ്രഷർ വ്യത്യാസ സൗണ്ടില്ലേ, അത് കേൾക്കാൻ തുടങ്ങി. സമയം 12 മണിയായി. പക്ഷേ ഈ തണുപ്പത്ത് പോകാൻ നല്ല സുഖം. ഈ തണലത്ത് അതാണ് ഈ കാട്ടിൻ്റെയൊക്കെ പ്രത്യേകത. ടൈമൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ ഇതേപോലെ വെയിലത്തേക്ക് കയറുമ്പോൾ മാത്രം പ്രശ്നമുണ്ട്, എല്ലാ സമയത്തും പ്രശ്നമില്ല. ഇനി പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ കർണാടകത്തിൽ 99% ബോർഡ് വെക്കുന്നത് ഇതേപോലെ ടൂറിസ്റ്റേക്ക് മനസ്സിലാവേണ്ട. ഇത് കന്നഡയിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ അതിന് കാര്യമില്ലല്ലോ, പുറത്തുനിന്ന് വരുന്നതൊക്കെ മനസ്സിലാവില്ല. ഈ സ്ഥലം നോക്കുന്നതാണെങ്കിലും സ്ഥലം കാണിക്കുന്ന ബോർഡൊക്കെ കന്നഡയിലാണ്. അത് നോക്കിയേ, ഒരു വ്യൂ തുറന്നു വന്നുണ്ടോ? അയ്യോ, അമ്മോ, ഇറക്കി കഴിഞ്ഞാൽ പെടുമോ? കുഴപ്പമില്ല. തിരിച്ചു കയറ്റാൻ ടാസ്ക്കാണല്ലോ. ഒരു വ്യൂ കാണിച്ചു തരാം. അയ്യോ കിട്ടില്ല. ആ വ്യൂ നോക്കിയേ, ഇതേതാ മലയാവോ? എന്തായാലും നല്ല രസമുണ്ട്, നല്ല തിക്ക് ഫോറസ്റ്റ്. ഓക്കെ, നമ്മളിങ്ങനെ കാട്ടിക്കൂടി തന്നെയാണ്. ഇത്രയും നേരം കാട് തന്നെ, വേറെ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ വ്യൂ പോയിൻറ്റും ചക്കയൊക്കെ ഉണ്ട്. എന്ത് രസമല്ലേ, ആകാശമൊക്കെ നക്ഷത്രമുള്ള പോലെ. റോഡിനകത്ത് ഈ വെളിച്ചക്കാണെ
കറുത്ത റോട്ടിൽ തണുപ്പ് വന്ന്. അയ്യോ നല്ല തണുപ്പ്. അയ്യോ എന്ത് പെട്ടെന്ന് തണുപ്പ് വന്നേ. അരിണി എന്ന സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയാണ് ചെക്ക് പോസ്റ്റുള്ളത്. ബിസ്ലെ ഫോസ്റ്റിലേക്കുള്ള ചെക്ക് പോസ്റ്റാണത്. ഇനി നമ്മൾ പോകുന്നത് സോമവാർപേട്ടിലേക്കാണ്. അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനാണ് പ്ലാന്. എന്നിട്ട് തിരിച്ച് കൂർഗ് വഴി അല്ലെങ്കിൽ വേറെ ഏത് റൂട്ട് വഴി പോകണം. ഓക്കെ, അങ്ങനെ വിജനമായ ഫോറസ്റ്റ് കഴിഞ്ഞു. എനിക്കിവിടെ ഇറങ്ങിപ്പോകണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നല്ല രസമുള്ളൊരു സീൻ. എന്തിൻ്റെ കൃഷിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇതൊരു മലേൻ്റെ മുകളിലാണ് നിങ്ങൾ ആലോചിക്കണ്ടോ. ഇതാണ് റിഡ്ജിൻ്റെ പോയിൻ്റ് ആയിരുന്നത്. ഇതിൻ്റെ അപ്പുറം മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ബേ ഓഫ് ബംഗാളിലേക്കും ഇപ്പുറം മഴ പെയ്ത് കഴിഞ്ഞാൽ അറേബ്യൻ സീയിലേക്കും. ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്ന സ്ഥലമായത്. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈന് പോകുന്നതാണ്. ആ ലേക്കിലേക്ക് വരുന്ന വെള്ളം മൊത്തം അറേബ്യൻ സീയിലേക്ക് പോകും. ഇങ്ങോട്ട് ഒഴുകുന്ന വെള്ളം അടുത്ത പുഴയിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകും. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള റിവേഴ്സൊക്കെ ഈസ്റ്റ് ഫ്ലോയിങ് ആയിരിക്കും, ഇവിടെ നിന്നുള്ളതൊക്കെ വെസ്റ്റ് ഫ്ലോയിങ് ആയിരിക്കും. ഇവിടെ പണി നടക്കുക, കയറി പോകാൻ പറ്റുമെന്നറിയില്ല. ചെന്നോട്ടെ. ഓ അടിപൊളി. ഇതിനകത്തൊക്കെ ഫുള്ള് വെള്ളമുണ്ട്, സെറ്റായിരിക്കും. ഇവിടെയൊക്കെ തിലാപ്പിയുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ആ റിഡ്ജ് കണ്ടില്ലേ. റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ നമ്മളിങ്ങനെ താഴോട്ട് കിടക്കുകയാണല്ലോ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തോട്ടും വെള്ളം ഈസ്റ്റിലോട്ടും വെസ്റ്റിലോട്ടും ഫ്ലോ ചെയ്യുന്നു. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്തിലൊക്കെ ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ വെള്ളവും ബേ ഓഫ് ബംഗാളിലേക്കാണ് പോവുക. നമ്മുടെ അറബിക്കടലിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് പോകില്ല ഇവിടെയുള്ള വെള്ളം ഒന്നും ഒഴുകിയിട്ട്. പക്ഷേ കുറച്ച് മുൻപേ വരെയുള്ള വെള്ളം മൊത്തം അറബിക്കടലിലേക്കാണ് പോകണം, ബേ ഓഫ് ബംഗാളിൽ പോകില്ല. ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരുപാട് നല്ല നല്ല ചെറിയ ചെറിയ സീനിക്കായ സ്ഥലങ്ങളുണ്ട്. ഞാൻ പിന്നെ എല്ലായിടെയും നിർത്തി ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല. നമുക്ക് റേഞ്ചില്ലാത്തത് കൊണ്ട് ലൊക്കേഷൻ ഇടാൻ പറ്റില്ല. നമ്മളിപ്പോൾ കയ്യിലൊരു മറ്റേ പേപ്പർ മാപ്പ് ഉള്ളത് അവസ്ഥയാണിപ്പോൾ. ഓക്കെ, നമുക്ക് സ്ട്രൈറ്റ് തന്നെയാണ്. ആക്ച്വലി നല്ല ചൂടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളേതോ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഏതാണോ സിറ്റി? എൻ്റെ അറിവിൽ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. സോംവാർപേട്ട്. ആ സ്ട്രൈറ്റ്. നമ്മളിന്ന് പറ്റുകയാണെങ്കിൽ സോംവാർപേട്ടും, പിന്നെ ഒന്ന് വേണമെങ്കിൽ പറ്റുകയാണെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നേരെ വിരാജ്പേട്ടയ്ക്ക് പോകും. അങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ചത്. സോമവാർപേട്ടിൽ റൂം കിട്ടിയില്ലെങ്കിൽ
റൂമിൽ ടൈം ഉണ്ടാവും. വിരാജപേട്ട വരെ പോകുന്നതിനൊന്നും വലിയ ആകെ 55 കിലോമീറ്റർ കണ്ട ഞാൻ വീട്ടിൽ നോക്കിയപ്പോൾ എൻ്റെ ഒരു ഓർമ്മ. സമയം 2:30 അവിടെ നിന്നൊരു ഹോട്ടൽ കണ്ടായിരുന്നു. ഞാൻ പിന്നെ അടുത്ത ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ച് അവിടെ നിർത്തിയില്ല. പിന്നെ ഇത്തിരി ഒരു ഹോട്ടൽ കണ്ടിട്ടില്ല. ഇനി ഹോട്ടലിൽ കാണാം. ഇനി സോമവാർപേട്ടിൽ എത്തണമായിരിക്കും ഇനി ഹോട്ടലിൽ കാണണമെങ്കിൽ. പോകുന്ന സോമവാർപേട്ടിലേക്കാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് മുൻപേ ഒരാളോട് ചോദിച്ചതാ. സോമവാർപേട്ട് സ്ട്രൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വഴി റെഡിയാണ്. വഴിക്ക് കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ സോമവാർപേട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും റേഞ്ച് ഉണ്ടോ അവിടെ? എന്താണ് വോഡഫോണും കർണാടകയും തമ്മിലുള്ള പ്രശ്നം? ഓക്കെ, നമ്മളങ്ങനെ സോമവാർപേട്ടിലെത്തി. ഓക്കെ, അങ്ങനെ നമ്മൾ സോമവാർപേട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മളിപ്പോൾ കൂർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, മടിക്കേരി. അപ്പം ഇതുവരെ വലിയ നല്ല റോഡൊന്നല്ലേ, അതുകൊണ്ട് പിന്നെ റെക്കോർഡും ചെയ്തില്ല. ഇതിപ്പോൾ നല്ല സീനിക്കാർ റോഡ്. കോഫി പ്ലാന്റേഷനാണ് മൊത്തം. ഞാനവിടെ ഒരാളോട് ചോദിക്കാൻ പോകുമായിരുന്നു. അന്നപ്പോൾ അവിടെ ബോർഡ് കണ്ടേ. ബോർഡിന് സൈഡിൽ ഇങ്ങനെ ഫ്ലക്സ് ഒട്ടിച്ച് പറഞ്ഞു വേണ്ട. ഓ, തേക്കിൻ്റെ പ്ലാന്റേഷനാണെന്ന് തോന്നുന്നു. ആ കാറ് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇത് B6 B8 ആ, അത് ഈ ഒരു ആംബിയൻസിൽ കാണാൻ ഭയങ്കര രസമുണ്ട്. ആ വൈറ്റ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഒരു ആംബിയൻസിൽ ബ്ലാക്കിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ബൈക്കാണ്. വൈറ്റാണ്. ബൈക്കാണ് കൂടുതൽ ഇഷ്ടം. അതൊക്കെ ഇവിടെ റോഡ് കുറച്ച് മോശം തോന്നുന്നു. എന്താ ഇതൊരു ഡീവിയേഷനാണെന്ന് തോന്നുന്നു. അവിടെ റോഡ് പണി നടക്കുന്നതിനെ കൊണ്ടുള്ള. ബസ്സുകാരൻ കയറ്റിന്ന്. ആ ബസ്സുകാരൻ കയറ്റിൻ്റെ പെട്ടേനെ. ഓ, കരിമ്പുന്നുണ്ടോ? ചെറിയൊരു ശർക്കരേൻ്റെ പ്ലാന്റ് ആണോ അങ്ങനെയാണെങ്കിൽ? ഫുള്ള് നല്ല സീനിക്കായിട്ടൊരു റോഡാ. എന്ത് രസമല്ലേ കാണാൻ. ഈ റോഡ് കൂടെ കയറുമ്പോൾ എത്ര കിലോമീറ്റർ ആണെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ. പക്ഷേ ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ക്ഷീണം അറിയേയില്ല.
ഓ സീനറി നോക്കിയേ. ഇവിടുന്ന് കാണാൻ വലിയ രസമില്ല, പക്ഷെ അപ്പുറത്ത് കാണാൻ ഭയങ്കര ഭംഗി. ക്യാമറയിലുണ്ടാവും. മടിക്കേരി മടിക്കേരി സ്ട്രൈറ്റ് താങ്ക്സ്. ഇടയ്ക്കൊന്ന് ചോദിച്ച് കൺഫേം ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. നമ്മൾ ചിലപ്പോൾ ഒരുപാട് കിലോമീറ്റർ അല്ലെങ്കിൽ കറങ്ങി വരേണ്ടി വരും. എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിലേ, ഇപ്പം മാപ്പ് എന്തെങ്കിലും സ്റ്റോപ്പായി പോവോ, മാപ്പ് ക്ലോസ് ആയി പോവോ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനത്തെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അങ്ങനത്തെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയില്ല മാപ്പ് ക്ലോസ് ആയത്. അപ്പോൾ നമ്മൾ ആ റൂട്ടിന് നേരെ പോവും. മാപ്പ് ഇടയ്ക്കൊക്കെ തേക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ശീലം അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, അങ്ങോട്ട് തന്നെയായിരുന്നു വഴി. ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. കേട്ടല്ലോ. Turn right. Okay. Right to come. റോഡിൽ നിറയെ ഓയിൽ മറിഞ്ഞെടുക്കുന്നു കേട്ടോ. ഈ റോഡിൽ വണ്ടി നിന്നൊക്കെ എവിടെ നിന്നൊക്കെ പെട്രോൾ അടിച്ചിറങ്ങുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. വേറെ ചെറുങ്ങനെ സ്കിഡാകുന്നുണ്ട്. ഇതേപോലെ ഒരു സ്ഥലമായിരുന്നല്ലോ നമ്മളോട്. ഓക്കെ, നമ്മൾ സ്ഥലത്തെത്തി. ഈ സ്റ്റേയിൽ നല്ല വ്യൂ ആണ്. അതിൻ്റെ മുന്നേ ഒരിക്കൽ വന്നു നിന്നോ. ഇവിടെ നൈറ്റൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കൂർഗ്. ഒരു മണ്ടത്തരം കാണിച്ച് നമുക്ക് വണ്ടി ഇടുന്ന വളച്ചെടുക്കണ്ടേ ഇനിയിപ്പോൾ. നമ്മൾ 40 കിലോമീറ്റർ 10 മിനിറ്റ് കൊണ്ടൊന്നും എത്തിയത്. 4:40 ആയിട്ടില്ലല്ലോ.